പാണാവള്ളി എന്നൊരു വില്ലേജ് ഉണ്ട്. അതായത് ചേർത്തല താലൂക്കിന്റെ അരൂക്കുറ്റിക്ക് അപ്പുറമുള്ളൊരു വില്ലേജാണ്. അവിടെ ഞാൻ വില്ലേജ് ഓഫീസറായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് ശരിക്കും അവിടെ എന്നെ കൊണ്ടുവരികയാണ്. കാരണം പിന്നെ അവിടെ ഇരുന്ന ഒരു വില്ലേജ് ഓഫീസർ കാണിച്ച് പരാതിയൊക്കെ വന്നപ്പോൾ എന്നെ പെരുമ്പളം ദ്വീപിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്ന് സ്ഥാപിച്ചതാണ്. അത് ആ തകസ്താരുടെ വില്ലേജും അത് തന്നെയായിരുന്നു. അദ്ദേഹത്തിന്റെ കബീർ എന്നാണ് അദ്ദേഹത്തിന്റെ വില്ലേജാണത്. അപ്പം ഞാൻ സാധാരണഗതിയിൽ അന്ന് കമ്പ്യൂട്ടറൊന്നും അത്ര സംവിധാനം വന്നിട്ടില്ല, കൈകൊണ്ട് എഴുതണമില്ല. അതുകൊണ്ട് ഞാൻ അതിരാവിലെ പോയി 8 മണിക്കാകുമ്പോൾ ഞാൻ ഓഫീസിൽ ചെല്ലും. ഞാൻ ചിലപ്പോൾ 7 മണി 7:30 ആകുമ്പോഴാണ് മടങ്ങി പോരാറ്. അപ്പോൾ ഞാൻ അന്നൊരു 8-8:30 ആയപ്പോൾ വില്ലേജിലേക്ക് കയറി ചെല്ലുമ്പോൾ വില്ലേജിന്റെ ആ വരാന്തയിൽ താഴത്താണ് ഒരു സ്ത്രീ ഇരിപ്പുണ്ട്. ഒരു 70-75 വയസ്സ് കാണും ആ സ്ത്രീക്ക്. ആരോഗ്യമൊക്കെ പോയിട്ട് അവരുടെ ആയകാലത്ത് ധരിച്ച ഒരു തയ്പ്പിച്ചൊരു ബ്ലൗസാന്ന് തോന്നുന്നു, അയഞ്ഞു കിടക്കുന്നു. ഒരു കയ്യിലുമുണ്ടൊക്കെ കൊടുത്ത് കണ്ടാൽ ഒരു മാനസിക രോഗിയാണെന്ന് തോന്നുന്നു. ഇവരവിടെ ഇരിപ്പുണ്ട്. അപ്പം ഞാൻ കയറി ചെന്നപ്പോൾ ഇവർ തന്നെ ഇരിക്കുക എന്നെ കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, എന്തിനാ അമ്മച്ചി വന്നെന്ന് ചോദിച്ചു. അവൻ എന്നോട് പറഞ്ഞു, മോനെ എൻ്റെ പട്ടയം തരണം എന്ന് പറഞ്ഞു. എൻ്റെ പട്ടയം തരണം. അപ്പം ഈ പട്ടയം തരണമെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളൊരിക്കലും ഒരു പട്ടയം വിലയും വിറ്റ് വെക്കാറില്ല. അവരോട് പറഞ്ഞു, അമ്മച്ചി പൊക്കോ, പട്ടയം കിട്ടുകയാണെങ്കിൽ ഞാൻ ഇന്ന് തന്നെ കൊണ്ടെത്തിക്കും. ഇവർ പറഞ്ഞു വിടാൻ വേണ്ടി ഞാൻ പറഞ്ഞതാ. അവർ പോവുകയും ചെയ്തു. അപ്പോൾ വൈകുന്നേരമായി ഞാൻ ഒറ്റയ്ക്ക് എൻ്റെ മുറിയിലിരിക്കുകയാണ്, വില്ലേജ് ഓഫീസിന്റെ മുറിയിലിരിക്കുക. അപ്പോൾ ഞാൻ ഇരിക്കുന്ന സമയത്തൊക്കെ ഈ അമ്മച്ചിയുടെ മുഖം ഇങ്ങനെ എൻ്റെ മുമ്പിലേക്ക് തെളിഞ്ഞു വരും. അപ്പം ഞാൻ എൻ്റെ അമ്മയെ കുറിച്ച് ഓർത്ത് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് അമ്മ. ഞാൻ പിന്നെ അവിടെ ഇരുന്ന ശേഷം വെറുതെ ഇങ്ങനെ മേലോട്ട് നോക്കിയപ്പോൾ കുറേ ഫയലുകൾ ഇങ്ങനെ പൊടി പിടിച്ചിരിക്കുന്നു. ഞാൻ മേശയിൽ കയറി നിന്നിട്ട് ഒരു ഫയൽ കെട്ട് പിടിക്കുകയും അത് പൊട്ടിപ്പോയി. കാരണം ഈ പഴയ പിന്നെ ലൈൻ കൊണ്ട് കെട്ടിക്കൊണ്ട് ഫയലെല്ലാം താഴെ പൊട്ടി വീണു. ഈ പൊടിയെല്ലാം കൂടി എൻ്റെ മേത്ത് വീണ് ഞാൻ ആകെ, ഇവരാരും അറിയുന്നില്ല, അവരപ്പുറത്ത് മുറിയില്ല. ഞാൻ നോക്കുമ്പോൾ കാണുന്ന ഒരു ഫയൽ എൻ്റെ മുമ്പിൽ വന്നിട്ട് തുറന്നു കിടക്കുക. അതിനകത്തൊരു 10-40 വയസ്സുള്ളൊരു സ്ത്രീയുടെ ഫോട്ടോയുണ്ട്, ഒറിജിനൽ പട്ടയം. എടുത്തു നോക്കിയപ്പോൾ അതിലെ പേര് കാർത്യായനി എന്നാണ്. പണ്ട് ഈ ഒരു പിന്നെ ഹൗസിംഗ് ലോൺ കൊടുത്തിരുന്നു, ഒരു 3000 രൂപ 5000 രൂപ ഒക്കെ. അപ്പൊ അന്ന് ഇവരുടെയൊക്കെ പട്ടയവും പ്രമാണവും ഒക്കെ മേടിച്ച് വെച്ചിട്ടാണ് ഈ ഹൗസിംഗ് ലോൺ കൊടുത്തിരുന്നത്. ഇത് പിന്നീട് എഴുതി തള്ളിയായിരുന്നു. ഈ ലോൺ എഴുതി തള്ളിയപ്പോൾ അറിയാവുന്നവരൊക്കെ ഇത് വാങ്ങിച്ചു കൊണ്ടുപോയി. ഈ അമ്മച്ചി ഇത് വാങ്ങിച്ചിട്ടില്ല, പക്ഷെ അവർ പറയുന്ന സത്യമാണ്. ഇതൊന്നും നോക്കാൻ പോലും ആരും തയ്യാറായിട്ടില്ല. അങ്ങനെ ഒരു മൊബൈലിന്റെ ടോർച്ച് വെളിച്ചിട്ട് ഞങ്ങൾ ഈ വീട് അന്വേഷിച്ചു പോവുക. ഈ വീട് അന്വേഷിച്ച് ചെന്നപ്പോ ഒരു പിന്നെ ലൈറ്റ് ഒന്നും ഇല്ലാത്ത ഇരുണ്ട് കിടക്കുന്ന ഒരു പഴയ വീട്. ഒരു മണ്ണെണ്ണ ചിമ്മിണി പോലും കത്തിച്ചു വെക്കാൻ നിവൃത്തിയില്ല അവർക്ക്. അവരുടേതാണ് ഈ വീട്. അപ്പൊ ഞാൻ പിന്നെ അടുത്ത വീട്ടിൽ ചെന്നിട്ട് അവരെ വിളിച്ചിട്ട് ചോദിച്ചു, ഇത് അമ്മച്ചിയാണോ? അത് അവർ തന്നെയാണ് സാറേ. അപ്പോൾ ഞാൻ എവിടേക്ക് ഇപ്പോൾ അവിടെ ആരും ഇല്ലെന്ന് വെച്ചപ്പോൾ ഈ അമ്മച്ചി ഒരു മാനസിക രോഗിയായ മകനെ കാവലിരിക്കുന്നൊരമ്മയാണ്. ആ അമ്മച്ചിയാണ് ഈ പട്ടയം നിരക്കിയിട്ട് വർഷങ്ങളായി ഈ വില്ലേജിലേക്ക് വരുന്നത്. ഞാൻ റിട്ടയർ ആകുന്ന സമയം ഞാൻ കൊടുത്തു, അവരെ കൊണ്ട് ഞാനൊരു പിന്നെ പാടൊക്കെ കൊണ്ട് അവർ കൈവപ്പിടിച്ചിട്ട് അയൽവക്കത്തുകാരും പറയും, ഇത് അമ്മച്ചിട്ട് കൊടുക്കണം. ഇവർക്കറിയില്ല, എനിക്കറിയില്ല, ഏതായാലും അവരുടെ മനസ്സിൽ എനിക്കറിയില്ല, അവരുടെയാണ് പട്ടയം എന്ന് പറഞ്ഞ് കൊടുത്തു. ഞാൻ റിട്ടയർ ചെയ്യുന്ന സമയത്ത് പോലും എന്നെ കൊണ്ട് അന്നത്തെ ADM ആയി ഈ തഹസിൽദാർ മാറിയിരുന്നു. അദ്ദേഹം പറയാൻ പറഞ്ഞു. ഞാൻ ഔദ്യോഗികമായി എനിക്ക് ആ ജീവനക്കാരോട് അവസാനമായി പറയാനുണ്ടായിരുന്ന ഇതാണ്. കാരണം ഇതാണ് നമ്മുടെ ലോകമെന്ന് പറയുന്നത്. ഒരു ഉദ്യോഗസ്ഥനെ സംബന്ധിച്ചിടത്തോളം അവന് വരുന്നവന്റെ വികാരം അറിയുന്നില്ല. എത്രയോ ആളുകൾ, പാവങ്ങൾ ഇങ്ങനെ വില്ലേജിലും താലൂക്കിലും ഒക്കെ കയറി ഇറങ്ങുമ്പോൾ അവരുടെ വികാരം എന്തെന്ന് ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ശ്രമിച്ചു നോക്കുവാൻ കഴിയുക എന്നുള്ളതൊരു വലിയ കാര്യം. അതെന്റെ ജീവിതത്തിൽ ഇന്നും ഓർമ്മയായി നിൽക്കുന്ന വേറെ ഒരുപാട് അനുഭവം ഉണ്ട് അല്ലാതെ തന്നെ. പക്ഷെ ഇത് എൻ്റെ ജീവിതത്തിൽ ടച്ചിങ് ആയിട്ട് ഇപ്പോഴും നിൽക്കുകയാണ്. മരിച്ചു ഇപ്പം എനിക്കറിയില്ല, അവരെവിടെയാണെന്ന് അറിയില്ല, ഒന്നും അറിയില്ല. മരിച്ചു കാണും ചിലപ്പോൾ, വർഷങ്ങളായല്ലോ. പക്ഷെ ഏതായാലും അങ്ങനെ ഒരു അനുഭവം എനിക്ക് ഔദ്യോഗിക ജീവിതത്തിലുണ്ടാവും. ഇതാണ് ഔദ്യോഗിക ജീവിതത്തിലെ എൻ്റെ അനുഭവം. സാർ, ആ കാർത്തികേയനമ്മ ഇപ്പൊ എവിടെയാണെന്നുള്ളത് അറിയില്ല. അവര് എവിടെയാണെന്നറിയില്ല. പക്ഷെ അന്നത്തെ തന്നെ അവർ പ്രായമുണ്ട് ചെയ്യാം. ഞാനൊരു 2014 തോന്നുന്നത് സംഭവിക്കുന്നത്. അപ്പൊ അവരുണ്ടോന്നറിയില്ല.
ഇത് അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സന്തോഷമാണ്.